നീക്കമാണ് കെ രാധാകൃഷ്ണൻ എം പി കൂടി അങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം കൂടി ആ കുടുംബത്തോടൊപ്പം ആ കുടുംബത്തിന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ അവർക്ക് ആശ്വാസം നൽകാൻ അങ്ങോട്ടേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേതാക്കൾ ഓരോരുത്തരായി എത്തുന്നു. ആ കുടുംബത്തിന്റെ സങ്കടങ്ങളിൽ പങ്കുചേർന്ന് അവരോടൊപ്പമുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണ്. കാരണം നമുക്കൊരു നഷ്ടപ്പെട്ടു പോയ ജീവനെ വീണ്ടെടുത്ത് കൊടുക്കാൻ കഴിയില്ല, മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ പറ്റുന്നത് ആ കുടുംബത്തിന്റെ സങ്കടങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവരോടൊപ്പം നിൽക്കുക, ആ കേസ് അന്വേഷിച്ച് അതിൽ ഉത്തരവാദികളായവരെ പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമാണ്. അത് വളരെ കൃത്യമായി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കെ രാധാകൃഷ്ണൻ എം പി എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ മനുഷ്യന്റെ സങ്കടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആശ്വസിപ്പിക്കുക എന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ മനുഷ്യസഹജമായി നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്നില്ല. നേരത്തെ എം സ്വരാജ് അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി അവിടെ വന്ന് സ്ഥലം അവിടെ എത്തി ആ വീട്ടുകാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നു. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ സാധാരണ രീതിയിൽ നേതാക്കൾ വന്ന് സന്ദർശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ UDF നേതാക്കളുടെ ഒരു വലിയ ഷോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിലൊരു സംശയവും വേണ്ട. ഇന്നലെ നിങ്ങൾ കണ്ടത് രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നെങ്കിൽ, ആ രീതിയിൽ അവർ ഒരുക്കിയെടുത്ത പ്രതിഷേധ നാടകമായിരുന്നെങ്കിൽ, ഇന്നിനി കാണാൻ പോകുന്നത് അവരുടെ മറ്റൊരു തരത്തിലുള്ള ഷോ ഓഫ് കൂടിയായിരിക്കും. കാരണം ഇപ്പോൾ അവർ ഇന്നലെ മുന്നോട്ട് വച്ച എല്ലാ വാദങ്ങളും പൊളിഞ്ഞു വീഴുന്നത് ഈ പുലർച്ചെ സമയം 8:44 ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി അതിൽ നിന്ന് കരകയറാനുള്ള മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയും പ്രതികരണങ്ങളെയും ഇന്ന് പകൽ മുഴുവൻ കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി ആ അവരുടെ വീട്ടിലെത്തി അവിടെ അച്ഛനോടുമൊക്കെ സംസാരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരുടെ കൈപിടിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യ സഹജമായി ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനുഷ്യത്വപരമായ കാര്യമെന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളിൽ പങ്കാളികളാവുക എന്നത് മാത്രമാണ്. അവരോട് ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ്. അതൊരു ഏറ്റവും സങ്കടകരമായ സാഹചര്യമാണ്. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അവസാനിച്ചു പോയത്. ആ ദുഃഖകരമായ സാഹചര്യത്തിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് കൈത്താങ്ങായി നിൽക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുക. അത് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹം ആ വീടുകളിലെത്തി അവരോട് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, കുടുംബത്തിൻ്റെ സങ്കടത്തിൽ ഒപ്പം ചേരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരു ഭാഗത്ത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളിൽ പങ്കാളികളാവുക, അവർക്ക് കൈത്താങ്ങായി നിൽക്കുക എന്നത്. മറുഭാഗത്ത് അതിന് ഉത്തരവാദികളായവർ അവർ ആരായാലും, അത് ഏത് രാഷ്ട്രീയ സ്വഭാവമുള്ളവരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നത് തന്നെയാണ്. അതിനപ്പുറമുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകളെ കേരളം മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ സാമൂഹിക ബോധം കേരളത്തിലെ മനുഷ്യർക്കുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതങ്ങനെ തന്നെ നമ്മൾ കരുതാം.